ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അത് എന്തിനുള്ള ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഗ്, അതുപോലെ ട്രാവലിംഗ് ബാഗ്, അതുപോലെ പൗച്ച്, പേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തയ്ക്കാനായിട്ട്, വാനിറ്റി ബാഗ്, ലേഡീസ് ബാഗ് ഇതൊക്കെ തയ്ക്കാൻ പറ്റാവുന്ന കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് മെഷർമെൻ്റ് എടുത്ത് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു ടിപ്പുകളിലേക്ക് സ്വാഗതം കേട്ടോ. ടിപ്പുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ പ്രത്യേക മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. ഈ ഒരു സംഭവത്തിന് നമ്മൾ ചെയ്യാനായിട്ട് ഈ മെറ്റീരിയൽ മൊത്തം ടോട്ടൽ 1 മീറ്റർ തുണിയാണുള്ളത്. ഇത് പാൻസിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല കട്ടിയുണ്ട്, നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. പാൻസ്, ട്രൗസർ എന്നിവയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയലിൽ ഞാനിപ്പോൾ പ്രത്യേകം അളവൊന്നും എടുക്കുന്നില്ല. നമ്മളൊരു ട്രാവലിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്കൂൾ ബാഗായിട്ട് കുറച്ച് ബുക്സൊക്കെ ഉള്ള ദിവസങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിലൊരു ബാഗായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടിലും മുകളിൽ കൂടുതൽ നീളത്തിൽ എടുക്കുന്നുണ്ട്. ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഇട്ട് പോകാൻ പറ്റാവുന്ന ഒരു ബാഗായിട്ടാണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല അതിൻ്റെ പുറകിൽ നമുക്ക് കൂടുതൽ അളവ് സാധനങ്ങൾ വെക്കുമ്പോൾ, ഡ്രസ്സൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പുറം വേദനിക്കാതിരിക്കാൻ പറ്റാവുന്ന, തോളത്തിട്ട് നടക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഹാങ്ങിങ് ബാഗാണ് കേട്ടോ. ഷോൾഡറും ഇടാൻ പറ്റാവുന്ന രീതിയിലുള്ള ബാഗാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്പോഞ്ചൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കധികം ഭാരം തോന്നിയില്ല. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ക്യാൻവാസ് വയ്ക്കാം, അല്ലാത്തവർക്ക് വേണ്ട. പിന്നെ ബാഗിൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ച് ചെയ്യുന്ന ആഗ്രഹമുള്ളവർക്ക് അങ്ങനത്തെ ചെയ്യാം കേട്ടോ. നമ്മളിതിപ്പോൾ സാധാരണ നമ്മുടെ പാൻസ് മെറ്റീരിയലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട്, നമുക്ക് ബോക്സ് പോലെ ഒരു ഷേപ്പ് വേണമല്ലോ. ഒരു നമ്മുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തൊക്കെ ബാഗിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കർവ് ചെയ്ത് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ 4 സൈഡിലും സെയിം കർവിൻ്റെ ഷേപ്പ് ഇത് തന്നെ നമ്മൾ വെച്ച് വരച്ചേക്കണം കേട്ടോ എടുത്തേക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെയും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒരേ അളവിൽ കിട്ടാനും ഏതെങ്കിലും ഒരേ ഐറ്റം തന്നെ കൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കുന്നത് നല്ലത് കേട്ടോ. 4 സൈഡിലും ഉപയോഗിക്കുന്നത് കറക്റ്റ് അളവാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സംഭവം തന്നെ വെച്ച് ചെയ്യുന്നത് തന്നെ നല്ലത്. അത് നമ്മൾ നടുമടക്കിയ ശേഷം മുകൾ ഭാഗത്തേക്കും താഴ്ഭാഗത്തേക്കും വരുന്ന 4 സൈഡുകളിലും നമ്മൾ ആ കർവ് വരച്ചു തന്നെയുള്ളൂ. എന്ന ശേഷം നമ്മൾ ഇതുപോലെ 2 പീസാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അത് ഫോൾഡഡായിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഇപ്പോൾ അത് കട്ട് ചെയ്യുന്നത് നമുക്ക് മുൻഭാഗത്ത് ഒരു എന്താ പറയുക, എക്സ്ട്രാ ഒരു ഷെൽഫ് വെക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണേ കേട്ടോ ഇത് വെച്ചത്. അത് നന്നാൽ അത്രയും നമ്മുടെ മെയിൻ ബാഗിൻ്റെ ഫ്രണ്ടും പീസും ബാക്ക് പീസിൻ്റെയും അത്ര വലിപ്പമില്ല, അതിനേക്കാൾ ഇത്തിരി വലിപ്പം കുറച്ചില്ല ചെയ്യണേ കേട്ടോ. അതിനേക്കാൾ ഇത്തിരി വലിപ്പം ഒരു 1/4 ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. വീതിയൊക്കെ അതേ സെയിം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായൊരു കണക്കൊന്നുമില്ല, ഒരു 3.5-4 ഇഞ്ച് ആ ഒരു ലെവൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്ന ശേഷം നമ്മൾ ബാഗിൻ്റെ സിബ് വാങ്ങിച്ചിട്ട് ബാഗിൻ്റെ സിബ് വെച്ചിട്ടാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യണത്. പിന്നെ നമ്മൾ ഈ ബാഗിൻ്റെ സിബ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ചുരിദാറിൻ്റെ സിബ് ഉള്ളവർക്ക് അത് ചെയ്യാം കേട്ടോ. ഒരു റണ്ണർ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. ബാഗിൻ്റെ സിബ് ആകുമ്പോൾ നമുക്ക് 2 റണ്ണർ ഇടാം, 2 സൈഡിൽ നിന്ന് റണ്ണർ ഇടാം. റണ്ണർ ഇടണ ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റത്ത് നിന്ന് നമുക്ക് ഒരു ബാഗിൻ്റെ സിബിമ്മ കൊള്ളാതെ ബാക്കിയുള്ള ഭാഗം ഒരു സൈഡ് ഭാഗം മാത്രം കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സിബ് കടത്താനായിട്ട് എളുപ്പമാണ് കേട്ടോ. നമ്മളിത് മുന്നേ ഒരു ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട്. അത് കാരണം നമ്മളിത് പറഞ്ഞു തരുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നെ കേട്ടോ. ജസ്റ്റ് ആ ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് കടത്തിയെടുക്കാൻ എളുപ്പമുണ്ടാവും. അതായത് സിബിൻ്റെ ഒരു സൈഡ് ഭാഗം മാത്രം, ക്ലോത്ത് അതിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് മാത്രം നമുക്ക് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് സിബ് ഇടുകയാണെങ്കിൽ നല്ല എളുപ്പമുണ്ട്. എന്ന ശേഷം നമ്മൾ ഇതുപോലെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് സിബ് ക്ലോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം മെറ്റീരിയൽ തന്നെ നമ്മൾ പതിച്ചടിച്ചു. എന്ന ശേഷം ഇതുപോലെ നമ്മളൊന്ന് വീണ്ടും ഫോൾഡ് ചെയ്തു. സിബിൻ്റെ മുകൾ ഭാഗം വരേക്കും ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചു. എടുത്ത രീതി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒരു മേൽ സ്റ്റിച്ച് ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത് കണ്ടോ. അപ്പോൾ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് താഴ്ഭാഗത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു സിബ് എക്സ്ട്രാ ഒരു ഷെൽഫൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കോണായിട്ട് പിടിക്കുക. എന്ന ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരയ്ക്കുക കേട്ടോ. ഇത് കട്ട് ചെയ്ത് കളയണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. ശരിക്കും ഒന്ന് പിടിച്ചത് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്ന ശേഷമാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ കോൺ ഭാഗത്ത് പോലെയാണ് രീതിയിലാണ് വെച്ചത്, മടക്കിയത്. അതുപോലെ 2 സൈഡല്ല 4 സൈഡിൽ ചെയ്യുന്നുണ്ട് ഇതേപോലെ കേട്ടോ. നമുക്ക് ഈ ബോക്സ് പോലെ ആയിട്ട് കിട്ടണമെങ്കിൽ 4 സൈഡ് ഇതുപോലെ ചെയ്യണം.
ഇനി ഇപ്പോൾ എടുത്ത് തയ്ച്ചെടുത്ത ഷെൽഫും ഇതിൻ്റെ നല്ല വശം മെയിൻ പീസിൻ്റെ ഫ്രണ്ട് ഭാഗത്തിന് നല്ല വശം തമ്മിൽ ഒന്ന് താഴ്ഭാഗം മാത്രം ഒന്ന് തയ്ച്ചെടുത്തു. ഓക്കെ, താഴ്ഭാഗം മാത്രം കേട്ടോ. ബാക്കി 3 സൈഡും തയ്ച്ചില്ല. ഇതുപോലെ നമ്മൾ വെച്ച് തയ്ച്ചു 1/4 ഇഞ്ച്. ഇനി 3 സൈഡും നമ്മൾ 1/4 ഇഞ്ച് വെച്ചിട്ട് മെറ്റീരിയൽ മാത്രം തയ്ച്ചെടുക്കും. ആദ്യം നമ്മൾ മെയിൻ പീസുമായിട്ട് ജോയിൻ ചെയ്ത രീതിയിലാണ് തയ്ച്ചെടുത്ത്. എന്ന ശേഷം നമ്മൾ 3 സൈഡും വീണ്ടും 1/4 ഇഞ്ച് വീതം നമ്മുടെ ഷെൽഫ് മാത്രമായിട്ട് ഞാൻ ഉൾ സൈഡിലേക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ തയ്യൽ തുമ്പ് പുറത്തേക്ക് നിൽക്കും ചുറ്റുവട്ടം അടിക്കുമ്പോൾ. അത് പുറത്തേക്ക് നിൽക്കാതിരിക്കാനായിട്ട് 3 സൈഡും 1/4 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു ഓടിക്കാണി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന ശേഷം 3 സൈഡും നമ്മൾ തയ്ച്ചെടുക്കും. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ വേസ്റ്റുള്ള ക്ലോത്തൊക്കെ വെച്ച ശേഷം നമ്മളൊരു പിന്നൊക്കെ വെച്ച് കൊടുത്ത ശേഷം തയ്ച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു പെർഫെക്ഷൻ കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ക്ലോത്തൊക്കെ വേണ്ടാത്ത തുണിയൊക്കെ വെച്ചെടുത്തിട്ടാണ് 4 സൈഡിലും ഒന്ന് പിന്നൊക്കെ കുത്തി വെച്ച് കൊടുത്ത ശേഷമാണ് നമ്മൾ തയ്ച്ചെടുത്തത്. അങ്ങനെയാണ് തയ്ച്ചെടുത്തത്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഇനി നമുക്ക് ബാഗിൻ്റെ വള്ളിയാണ് തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പോഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമ്മൾ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാനും മെറ്റീരിയൽ തയ്ക്കാനൊക്കെ ഇത്തിരി പ്രയാസം ഉണ്ടായിരിക്കും. ബാക്കി മുകളിൽ നിന്നുള്ളത് താഴ്ഭാഗം എത്തണ വരയ്ക്കുള്ള ഭാഗത്തേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. താഴ്ഭാഗം നമ്മുടെ ബാഗിൻ്റെ ബാക്ക് ഭാഗമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ ഒരു 2 ഇഞ്ചോളം നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. സ്പോഞ്ച് അത്രയും വരെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ബാക്കിലേക്ക് നമ്മൾ ഇത് ബെൽറ്റ് വെച്ച് പിടിപ്പിക്കേണ്ട ഭാഗത്തേക്ക് നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് വെച്ച് സെൻറ്റർ മടക്കിയിട്ട് ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. എന്ന ശേഷം അടുപ്പിച്ച് വെക്കണവർക്ക് അടുപ്പിച്ച് വെക്കാം കേട്ടോ. അത് അടുപ്പിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് പേരുടെ ബാഗിൽ കാണുന്നുണ്ട് അടുപ്പിച്ചാണ് വലുതും വരുന്നത്. നമ്മളിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്വല്പം വേണമെങ്കിൽ നീക്കി ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുക ചെയ്യാം. നമ്മൾ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഒരു 1.25-1.5 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്നൊരു ട്രിക്കാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത്. ഇതിപ്പോൾ ആ പാൻസിൻ്റെ തുണിയുമുണ്ടായിരുന്ന കരഭാഗമാണ് നമ്മളിത് ചെയ്യുന്നത്. തേരി ഭാഗം വെച്ചിട്ട് ആദ്യം നമ്മൾ തയ്ക്കും. എന്നിട്ട് നമ്മളിപ്പോൾ ഈ തയ്ച്ചതിൻ്റെ നമ്മുടെ 1/4 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പ് പുറത്തേക്ക് നിൽക്കുന്നില്ല, അത് ഉള്ളിലേക്ക് കടത്തി വെച്ച ശേഷമാണ് ചെയ്യുന്നതായിട്ട് തയ്ച്ചെടുക്കുന്നത്. പിന്നെ മുകൾ ഭാഗത്ത് ഇതുപോലെ തയ്ച്ച് പിടിക്കും. 1/4 ഇഞ്ച് കൂടി മടക്കി തയ്ച്ച് പിടിപ്പിക്കും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നമ്മൾക്ക് ഈ വള്ളിയൊക്കെ വെക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. വിട്ടുപോരില്ല. തയ്ച്ചത് വിട്ടുപോകാതിരിക്കാനായിട്ട് ഭംഗിയായിട്ട് കൂടുതൽ കിട്ടും. പിന്നെ നമുക്ക് ഇതിനകത്ത് ബാഗിൻ്റെ സിബ് സംഭവങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഇത് വെച്ച് തന്നെയാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ട്രയാങ്കിൾ ഷേപ്പിലാണ് സൈഡിലേക്ക് വെച്ചത്. അതൊന്നും കൂടി ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ച് തയ്ച്ച് അങ്ങനെ മറിച്ചു. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഉൾ സൈഡിലേക്ക് വെച്ചിട്ട് അത് വീണ്ടും തയ്ച്ചു. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്നൊന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലേക്ക് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊന്ന് തയ്ച്ച് വിട്ടു. കുറച്ച് പ്രാവശ്യം ഒന്ന് തയ്ച്ച് വിട്ടു കേട്ടോ, നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് തയ്ച്ചത് വിടാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി കേട്ടോ. എന്ന ശേഷം നമുക്ക് മുകൾ ഭാഗത്തേക്കുള്ള സിബ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഒരളവാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതിന് നമുക്ക് വീതി കുറവും കൂടുതലൊക്കെ എടുക്കാം കേട്ടോ. ഒരു മിനിമം വീതിയൊക്കെ മതി എന്നുള്ളവർക്ക് ഒരു 7.5 എടുത്താൽ മതി കേട്ടോ. നമ്മളിത് ഒരു കുറച്ച് വീതി കൂട്ടിയിട്ട് എടുക്കണം. 9 ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം മെറ്റീരിയൽ നമ്മൾ ഡ്രസ്സൊക്കെ വെക്കാനും കൂടി ഒരു ഉദ്ദേശത്തിലാണ് വെക്കുന്നത് കേട്ടോ. ബുക്ക് മാത്രം എന്നുള്ള രീതിയിലല്ല, ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടി. അപ്പോൾ അല്ലാതെ ബുക്കൊക്കെ വെച്ച് കൊണ്ടുപോകാനായിട്ട് 7.5 മതി. ഒരു ഷെൽഫാണെങ്കിൽ 2 ഷെൽഫൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ 7.5 ഒന്നും എടുക്കാണ്ട് കേട്ടോ. ഒരു 4.5 എടുത്താൽ മതി കേട്ടോ. 2 ഷെൽഫാണ് ഇതുപോലെ ചെയ്യണമെങ്കിൽ മാത്രം. നമ്മളിപ്പോൾ ഒരു ഷെൽഫ ചെയ്യുന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഇതിൽ 9 എടുത്തിട്ടുണ്ട്. മിനിമം ഒരു ഭംഗിയൊക്കെ കൂടുതൽ കിട്ടിയ 7.5 വരെ എടുത്താൽ മതി കേട്ടോ. ഭംഗി കുറച്ച് കുറവായാലും നമുക്ക് കൂടുതൽ ഐറ്റം കൊള്ളുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 9 ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. നമുക്ക് ചുറ്റുമുള്ള വീതിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന സംഭവം. ഇതേ വീതി തന്നെ തയ്ച്ച ശേഷം താഴ്ഭാഗത്തേക്ക് അളവ് എടുത്താൽ മതി. കാരണം നമ്മൾ ആദ്യം സിബ് തയ്ച്ച ശേഷം ശരിക്കും അത് കറക്റ്റ് എത്ര വീതി കിട്ടിയോ ആ അളവിൽ അതേ വീതിക്ക് തന്നെ വേണം താഴേക്കുള്ള ഭാഗം മൊത്തം ടോട്ടൽ അളന്നിട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന തുണിയുടെ അളന്നിട്ട് അതിൻ്റെ അളവിനെക്കാട്ടിൽ ഒരു 2 ഇഞ്ച് കൂട്ടിയെടുക്കാം കേട്ടോ. അത് കൂട്ടിയെടുത്തില്ല എങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ എവിടെയെങ്കിലും കുറഞ്ഞു വരാനൊക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ. നമ്മളിപ്പോൾ അത് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇതെല്ലാം ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒപ്പായിട്ട് വെച്ച് പിടിപ്പിക്കുക. മാത്രമല്ല ബാഗിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ മടക്കിയിട്ട് സെൻറ്റർ ഭാഗം നോച്ചസ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ആ നോച്ചസ് ഇട്ട് കൊടുത്ത ഭാഗം ഒരു അടയാളം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ നമുക്കത് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ സിബ് പിടിപ്പിച്ചതിൻ്റെയും അതുപോലെ തന്നെ സെൻറ്റർ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. എല്ലാ ഭാഗങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കണ്ടോ, നല്ല വശം ചേരുന്ന രീതിയിൽ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ ബാഗിനെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ച ശേഷം അതിൻ്റെ സെൻറ്റർ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക. മുകളിലും താഴെയും ഓരോ ചെറിയൊരു വെട്ടിട്ട് കൊടുത്ത ശേഷം നമ്മൾ അത് ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കുക മാത്രം ചെയ്താൽ പോരാ, നമുക്ക് ഒന്ന് ചോക്ക് വെച്ചിട്ട് വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുമ്പോഴാണ് അത് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണുള്ളൂ കേട്ടോ. അങ്ങനെ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് പിടിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ മെയിൻ പീസ് നമ്മൾ ഇതുപോലെ ചെയ്തു. അതുപോലെ തന്നെ സിബിൻ്റെ ഭാഗത്ത് ഇതുപോലെ തന്നെ ചെയ്യണം. ഇതുപോലെ താഴെയും മുകളിലും വരച്ചു. അതേപോലെ തന്നെ സിബിനെയും അതുപോലെ തന്നെ സിബുള്ള ഭാഗത്തും മുകളിലും താഴെയും ഫ്രണ്ട് ഭാഗത്തിൻ്റെ, അതേപോലെ തന്നെ സിബ് ഇല്ലാത്ത ഭാഗത്തും താഴ്ഭാഗത്തേക്കുള്ള റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, വീതി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബാഗിൻ്റെ വീതി, അതിലും നമ്മൾ സെൻറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, രണ്ടിൻ്റെയും സെൻറ്റർ കണ്ടുപിടിക്കണം കേട്ടോ, സിബ് ഉള്ളതിൻ്റെയും ഇല്ലാത്ത ഭാഗത്തിൻ്റെയും. എന്നിട്ട് അതിലും ഓരോ നോച്ചസ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തണം. ഇതുപോലെ അടയാളപ്പെടുത്തണം. അപ്പോഴാണ് ശരിക്കും സെൻറ്ററിലേക്ക് തന്നെ ആ സിബ് വന്ന് നിൽക്കുള്ളൂ. നമ്മുടെ ബാഗിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് ഫ്രണ്ട് ഭാഗത്തേക്കുള്ളതാണ് ഈക്വലായിട്ട് രണ്ട് സൈഡിലേക്ക് സിബ് ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യണത്. സിബില്ലാത്ത ഭാഗത്തിൻ്റെ അതുപോലെ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നശേഷം നല്ല വശം വരുന്ന രീതിയിൽ, ഇപ്പോൾ സിബിന് നല്ല വശം വരുന്ന ഭാഗം അതുപോലെ ബാഗിന് നല്ല വശം വരുന്ന ഭാഗം, ബാഗിന് നല്ല വശം ആദ്യം നിവർത്തിയിട്ടു ടേബിളിന്, അതിനുശേഷം ഇതുപോലെ സിബിൻ്റെ നല്ല വശം കൂടി ഒരുമിച്ച് വെച്ചു. കണ്ടോ, രണ്ടും കൂടി ഒരുമിച്ച് വെച്ചു. എന്നിട്ട് ആ ബാഗിനെ എടുത്ത് സിബുമ്മയ്ക്ക് വെച്ചിട്ട് തയ്ക്കുക. ബാഗിനെ എടുത്ത് മറയ്ക്കുക. എന്നിട്ട് നല്ല വശം വരുന്ന രീതിയിൽ ഒരു സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അവിടെ തൊട്ട് ഇവിടെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് വരേക്കും, അതുപോലെ സെൻറ്റർ പോയിന്റ് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് അതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയ ആ സൈഡ് വരേക്കും നമ്മൾ തയ്ച്ചെടുക്കുക. കറക്റ്റ് എന്താ പറയുക, നമ്മൾ ജോയിന്റ് വരുന്നില്ലേ, നമ്മുടെ എക്സ്ട്രാ ജോയിന്റ്, അതിനും കുറച്ച് മുമ്പ് വെച്ച് നിർത്താം. അത് ലാസ്റ്റ് നമ്മൾ ചെയ്താൽ മതി. അതിപ്പോൾ എന്തിനാ അങ്ങനെ സൈഡ് ഭാഗത്തിന് കറക്റ്റ് ആ പോയിന്റ് വരെ വേണ്ടാന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ അതിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ സൈഡ് ഭാഗം കർവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കൂടുതലോ കുറവോ ഒക്കെ നമ്മൾ എടുത്തു വരാം. അപ്പോൾ എടുത്തു വരുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ആ രണ്ട് ഭാഗം ജോയിൻ ചെയ്ത് സിബിൻ്റെ ഭാഗം സിബില്ലാത്ത താഴ്ഭാഗത്തെ വീതി ഭാഗം ഉണ്ടല്ലോ, സിബിൻ്റെ വീതി ഭാഗവും താഴ്ഭാഗത്തെ വീതി ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് വീതി ഭാഗങ്ങളും തമ്മിൽ നമുക്ക് ഒന്നിച്ച് ജോയിൻ ചെയ്ത ഭാഗത്തിൽ നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ഒപ്പാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്വല്പം ഒരു അര ഇഞ്ച് ഒരു 1/4 ഇഞ്ച് വെച്ച് നിർത്താൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തയ്ക്കുന്നതിൽ കുറച്ച് കയറി ഇറങ്ങി നമ്മൾ തയ്ക്കുമ്പോൾ കറക്റ്റ് അതേ വീതിക്ക് അല്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്യാം. കണ്ട, താഴ്ഭാഗത്തും ഇതുപോലെ ഒപ്പം വെച്ച് ഈ സൈഡ് വരെ, ഈ സൈഡ് തൊട്ട് ഈ സൈഡ് വരെ, അതിലും അതുപോലെ ഫുൾ അറ്റം വരെ ജോയിന്റ് പീസ് വരെ എത്തിക്കേണ്ട ഒരു 1/4 ഇഞ്ച് വെച്ച് നിർത്തുക, സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളത് ഫുള്ളായി തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആണ്, ഈക്വൽ ആണെന്നെങ്കിൽ നമുക്കത് ഫുള്ളായിട്ടും തയ്ച്ച് മുഴുവനാക്കാം. അല്ല എങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ജോയിന്റ് പീസിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തയ്ച്ച് വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 1/4 ഇഞ്ച് എന്തിനാണ് നിർത്തണേ എന്നുള്ളത്. തയ്ച്ച് വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതി എളുപ്പമായിട്ട് മാറും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇതിൻ്റെയും സെൻറ്റർ ഭാഗം നല്ല വശം വരുന്ന രീതിയിലാക്കി വെച്ചു. എന്ന ശേഷം നമ്മൾ ഇതേ പോയിന്റ് കണ്ട, നമ്മൾ അങ്ങനെ ഒരു വരച്ചിട്ടില്ലേ, അതേ ആ പോയിന്റും നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ആ പോയിന്റിൽ നിന്ന് ഒരു സൈഡിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വരേക്കും ആ പോയിന്റിൽ നിന്ന് തന്നെ റൈറ്റ് സൈഡ് വരേക്കും നമ്മൾ തയ്ച്ചെടുക്കാം. അപ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്വല്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു അര ഇഞ്ച് 1/4 ഇഞ്ച് വെച്ച് തയ്ച്ച് നിർത്താം കേട്ടോ. അവിടെ വരെ ഫുള്ളായി തയ്ക്കേണ്ട. ഈ ഭാഗത്തും നല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വരെ വെച്ച് നിർത്തുന്നത്.
എന്നിട്ട് ഇത് രണ്ടും കൂടി ഒപ്പം വെച്ചു ഒരു സൈഡിൽ നിന്ന് ഇവിടം വരെ, ഈ സൈഡിൽ നിന്ന് ഇവിടം വരെ, അറ്റം വരെ എത്തിക്കണ്ട കേട്ടോ. അപ്പോൾ അതിനൊരു സ്വല്പം ഒരു 3/4 ഇഞ്ചിന് തൊട്ട് മുമ്പ് വെച്ച് നിർത്തുക, തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തയ്ച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്ക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കാൻ, നമുക്ക് ഇനി ആകെ ഒരു സൈഡ് ഭാഗം മാത്രമാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ സിബ് തുറന്ന് വെക്കണം, ഇതുപോലെ സിബ് തുറന്ന് വെക്കണം. ഈ ട്രിക്ക് ചെയ്തില്ലെങ്കിൽ ബാഗ് തുറക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ, ബാഗ് തുറക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബാഗ് മറിച്ചിടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇനി നമ്മൾ ഈ ഒരു സൈഡ് കൂടി നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സിബ് തുറന്ന് വെക്കണം. എന്ന ശേഷം നമ്മൾ ഈ സൈഡിന് ഈ സൈഡ് വരേക്കും ഈ സൈഡിന് ഈ സൈഡ് വരേക്കും നമ്മൾ തയ്ച്ചെടുക്കാം. എന്ന ശേഷം നമ്മളത് ബാഗ് മറിച്ചിട്ടു. നമ്മൾ സിബ് തുറന്ന് വെച്ച കാരണമാണ് കേട്ടോ നമുക്കത് മറിച്ചിടാൻ എളുപ്പമായത്. സിബ് തുറന്ന് വെച്ചില്ലെങ്കിൽ നമുക്ക് നമുക്കിത് മറിച്ചിടാൻ, നല്ല വശത്തേക്ക് മറിച്ചിടാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബാഗ്, നല്ല ഭംഗിയില്ലേ? അപ്പോൾ ബാഗിൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിതിൽ കുറച്ച് ബുക്സൊക്കെ വെച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കി നോക്കുക. ട്രാവലിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ നല്ല എളുപ്പമാണ്. ഇതിൽ സ്പോഞ്ചൊക്കെ വെച്ചത് കൊണ്ട് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുക. നമ്മൾ സോഫ്റ്റ് ആണ്, നമുക്ക് ടൈറ്റ് എല്ലാം വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഷോൾഡറിൽ വേദന എടുക്കില്ല കേട്ടോ. നമുക്ക് നല്ല കൃത്യമായിട്ട് ഒരുപാട് തുണികൾ വെച്ച് കൊണ്ടുപോകാൻ പറ്റും. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. 2 സൈഡിൽ നിന്ന് റണ്ണർ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സിബിന് കേട് വന്നാലും നമുക്ക് മറ്റേ സിബ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. താഴെ പുറത്ത് നമ്മളൊരു ഔട്ടറിലും നമ്മൾ സിബ് വെച്ചത്, അതിലും നമ്മൾ 2 റണ്ണർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സിബ് ഒരെണ്ണം കേടായാലും ഇപ്പോൾ ഒരു റണ്ണറൊപ്പം ഒന്ന് പൊട്ടിപ്പോയാലും അടുത്ത റണ്ണർ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ.